ദൈവത്തിന്റെ പോരാളികൾ തോറ്റാണ് തുടങ്ങുക. IPL 2025 സീസണിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ പല സീസണിലെയും ഓപ്പണർ മത്സരം പോലെ മുംബൈ തോറ്റു തുടങ്ങിയപ്പോൾ അവരുടെ ആരാധകർ ആശ്വാസവാക്കുപോലെ പറഞ്ഞതാണിത്. ശേഷം തുടർച്ചയായ തോൽവികളിൽ വീണുപോയപ്പോൾ മറ്റു ഫാൻസുകൾ ആ ടിയാൻ ഡയലോഗ് മുംബൈയെ കളിയാക്കാനായി ഉപയോഗിച്ചു. എന്നാൽ തങ്ങൾ ദൈവത്തിന്റെ പോരാളികൾ തന്നെയെന്ന് തെളിയിക്കുന്നതായിരുന്നു മുംബൈയുടെ പിന്നീടുള്ള പോരാട്ടവും ഒടുവിലെ ഈ പ്ലേ ഓഫ് പ്രവേശവും. കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 12-ന് പോയിന്റ് പട്ടികയിൽ 9-ാം സ്ഥാനത്തായിരുന്നു മുംബൈ. ഈ സീസണിലെ ആദ്യത്തെ 5 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ മുംബൈ ഇന്ത്യൻസിനു വിജയിക്കാനായത് വെറും ഒരു കളി മാത്രമായിരുന്നു. ശേഷിച്ച 4-ലും അവർ തോൽവി രുചിക്കുകയായിരുന്നു. 10-ാം സ്ഥാനവുമായി മടങ്ങേണ്ടി വന്ന 2024 ആവർത്തിക്കുമോ എന്ന് ആരാധകർ പേടിച്ചിടത്തു നിന്നാണ് തുടർച്ചയായ വിജയങ്ങളോടെ പ്ലേ ഓഫ് കയറുന്നത്. വിജയങ്ങൾ എന്നതിനപ്പുറം ടീമിന്റെ കെട്ടുറപ്പും ഒരുമയും വിളിച്ചോതുന്നതായിരുന്നു ഓരോ ജയങ്ങളും. രോഹിത്തിന് ശേഷം ഹർദിക് പാണ്ഡ്യ ക്യാപ്റ്റനായി വന്നപ്പോഴുണ്ടായ അപശബ്ദങ്ങളും ആരാധകർക്കിടയിലുള്ള വിള്ളലുകളുമെല്ലാം അടഞ്ഞുകഴിഞ്ഞു. പല ടീമുകളും ആ ദിവസത്തെ മത്സരങ്ങളിലെ ചില വ്യക്തിഗത പ്രകടനത്തിൽ വിജയത്തിലെത്തുമ്പോൾ ടീം ഗെയിം കളിച്ചാണ് മുംബൈയുടെ വിജയങ്ങൾ. തുടക്കത്തിലെ പ്രശ്നങ്ങൾ ഓരോന്നായി പരിഹരിക്കപ്പെട്ടപ്പോൾ രോഹിത് ഉൾപ്പെടുന്ന ഓപ്പണിംഗ് നിരയും സൂര്യ നയിക്കുന്ന മധ്യനിരയും ബുംറയുടെ കീഴിലുള്ള പേസ് നിരയും ഡബിൾ സ്ട്രോങ് ആണ്. ഇനി മുംബൈ മുന്നിൽ കാണുന്നത് 2015 പോലെ ഒരു സീസൺ ആവർത്തനമാണ്. അന്ന് ആദ്യ 6 മത്സരങ്ങളിലും തോറ്റ് പിന്നീടുണ്ടായ 5 മത്സരങ്ങളിൽ തുടർച്ചയായി വിജയിച്ചാണ് മുംബൈ പ്ലേ ഓഫിലെത്തുന്നതും പിന്നീട് ഫൈനലിൽ പോയിന്റ് പട്ടികയിൽ 1-ാമതുണ്ടായിരുന്ന ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ച് കിരീടം ചൂടുന്നതും. അങ്ങനെയെങ്കിൽ ചരിത്രത്തിലെ 6-ാം കിരീടം എന്ന ആർക്കുമില്ലാത്ത നേട്ടത്തിൽ കൂടി മുംബൈക്ക് കൈവെക്കാം. ടീം മുംബൈ ആയതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യത തള്ളിക്കളയാനുമാവില്ല.